ഓഗസ്റ്റ് 18 20-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. മത്തായി 19 16 മുതൽ 22 വരെ വാക്യങ്ങൾ. എഴുത്തുകാരനും പ്രചോദനാത്മക പ്രഭാഷകനുമായ റോബിൻ ശർമ്മ എഴുതിയ ഒരു സ്വയം സഹായ പുസ്തകമാണ് ദ മങ്ക് ഹു സോൾഡ് ഹിസ് ഫെരാരി. 25-ാം വയസ്സിൽ വ്യവഹാര അഭിഭാഷകനായി തൻ്റെ കരിയർ ഉപേക്ഷിച്ചതിന് ശേഷമുള്ള ശർമ്മയുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കെട്ടുകഥയാണ് ഈ പുസ്തകം. ജൂലിയൻ മാൻഡിൽ, അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത് ജോൺ എന്നീ 2 കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പുസ്തകം വികസിക്കുന്നത്. തൻ്റെ അവധിക്കാല വീടും ചുവന്ന ഫെരാരിയും വിറ്റതിന് ശേഷം നടത്തിയ ഒരു ഹിമാലയൻ യാത്രയ്ക്കിടയിലുള്ള തൻ്റെ ആത്മീയ അനുഭവങ്ങൾ ജൂലിയൻ വിവരിക്കുന്നു. ഫെരാരി എന്ന് പറയുന്നത് ഇന്ത്യയിൽ 4 കോടി മുതൽ 10 കോടി വരെ വിലയുള്ള ഒരു ഇറ്റാലിയൻ ആഡംബര സ്പോർട്സ് കാറാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഗുരുവേ, നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്ത് നല്ല കാര്യം ചെയ്യണം എന്ന ആത്മാർത്ഥമായ ഒരു ചോദ്യവുമായി യേശുവിനെ സമീപിച്ച ധനികനായ ഒരു യുവാവിൻ്റെ കഥ നാം കേൾക്കുന്നു. അവൻ്റെ ആഗ്രഹം ഉദാത്തമായിരുന്നു. ദൈവരാജ്യത്തിൽ ഒരു സ്ഥാനം ഉറപ്പാക്കാൻ, നിത്യജീവൻ അവകാശമാക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്നിരുന്നാലും സംഭാഷണം പുരോഗമിക്കുമ്പോൾ തൻ്റെ മുന്നിലുള്ള വെല്ലുവിളിയുടെ ആഴം ആ യുവാവിന് അറിയില്ലായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ ഹൃദയം തിരിച്ചറിഞ്ഞ യേശു കൽപ്പനകളിലേക്ക് അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടങ്ങി. ചെറുപ്പം മുതൽ തന്നെ താൻ ഇതെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് ആ യുവാവ് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ദിവ്യജ്ഞാനത്തോടെ യേശു അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് കണ്ടു. പൂർണ്ണത കൈവരിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിന്റെ സ്വത്തുക്കൾ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. യേശു പറഞ്ഞു. ഈ ക്ഷണം ലളിതവും ആഴമേറിയതുമായിരുന്നു. ഭൂമിയിലെ സമ്പത്ത് സ്വർഗീയ നിധിക്ക് പകരം വയ്ക്കാനുള്ള ഒരു അവസരം. എന്നാൽ ആ യുവാവിൻ്റെ പ്രതികരണം ഇതായിരുന്നു. വലിയ സമ്പത്തുണ്ടായിരുന്നതിനാൽ അവൻ ദുഃഖിതനായി തിരികെ നടന്നു. ശിഷ്യത്വത്തെയും ദൈവരാജ്യത്തെയും കുറിച്ചുള്ള ശക്തമായൊരു സത്യം ഈ നിമിഷം നമുക്ക് പകർന്നു തരുന്നു. നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ചോ സൽക്കർമ്മങ്ങളുടെ പെട്ടികൾ പരിശോധിക്കുന്നതിനെക്കുറിച്ചോ മാത്രമല്ല ഇത്. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ ആത്യന്തിക നിധിയാകാൻ അവനെ അനുവദിക്കണമെന്നാണ് യേശു പറയുന്നത്. ഈ യുവാവിൻ്റെ സമ്പത്ത് അല്ലായിരുന്ന ഒരു പ്രശ്നം, പിന്നെയോ അതിനോടുള്ള അവൻ്റെ വാത്സല്യമായിരുന്നു, അല്ലെങ്കിൽ അടിമത്തമായിരുന്നു. ഭൗതികത്വത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് സ്വയം മോചിപ്പിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള ക്ഷണമായിരുന്നു യേശുവിൻ്റെ വെല്ലുവിളി. എന്നാൽ ആ യുവാവിന് തൻ്റെ സമ്പത്ത് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ സ്വസ്ഥവും സുരക്ഷിതത്വവും അവൻ്റെ സ്വത്തുക്കളിൽ പൊതിഞ്ഞിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.